താരൻ അകറ്റാൻ സഹായിക്കുന്ന നിരവധി ഭക്ഷണങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ്. പ്രോബയോട്ടിക് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ. ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുന്നതിന് തൈര്, കെഫീർ, കിമ്മി, സോർക്രാറ്റ് തുടങ്ങിയ പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് താരൻ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകൾ. ആരോഗ്യമുള്ള ചർമ്മത്തെ പിന്തുണയ്ക്കുന്നതിനും താരനുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കുന്നതിനും ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, ട്യൂണ, ഫ്ലാക്സീഡുകൾ, വാൾനട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പഞ്ചസാരയും ലളിതമായ കാർബോഹൈഡ്രേറ്റുകളും പരിമിതപ്പെടുത്തുക. പഞ്ചസാരയും ലളിതമായ കാർബോഹൈഡ്രേറ്റുകളും കഴിക്കുന്നത് കുറയ്ക്കുക. കാരണം അവ വീക്കം വർദ്ധിപ്പിക്കും. ഇത് താരനും വർദ്ധിപ്പിക്കും. ആരോഗ്യകരമായ കൊഴുപ്പുകൾ. അവക്കാഡോ, ഒലീവ് ഓയിൽ, നട്ട്സ് തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉൾപ്പെടുത്തുക. കാരണം അവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിലും സമഗ്രതയിലും ഒരു പങ്ക് വഹിക്കുന്നു. ഇത് താരനുള്ളവർക്ക് ഗുണം ചെയ്യും. ബയോട്ടിൻ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ. ബയോട്ടിൻ, സിങ്ക് അടങ്ങിയ മുട്ട, പരിപ്പ്, വിത്തുകൾ എന്നിവ ഉൾപ്പെടുത്തുക. അവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും താരനെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ. കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുക. കാരണം നന്നായി പ്രവർത്തിക്കുന്ന കുടൽ തലയോട്ടി ഉൾപ്പെടെയുള്ള ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് കാരണമാകും. ഭക്ഷണ അസഹിഷ്ണുത ബോധവൽക്കരണം. ഗോതമ്പ് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ പോലുള്ള ചില അസഹിഷ്ണുതകൾ ചില വ്യക്തികളിൽ താരൻ്റെ തീവ്രതയെ ബാധിച്ചേക്കാമെന്നതിനാൽ സാധ്യമായ ഭക്ഷണ അസഹിഷ്ണുതകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ബി വൈറ്റമിൻ്റെ ശരിയായ ഉപഭോഗം. ചർമ്മത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ താരൻ്റെ തീവ്രതയെ ബാധിച്ചേക്കാവുന്ന വിവിധ മുഴുവൻ ഭക്ഷണങ്ങളിൽ നിന്നും ബി വിറ്റാമിനുകൾ സമീകൃതമായി കഴിക്കുന്നത് ഉറപ്പുവരുത്തുക. ആരോഗ്യകരമായ ഗട്ട് ബാക്ടീരിയ സപ്ലിമെൻറ്റുകൾ. കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകൾ അടങ്ങിയ ഒരു പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് എടുക്കുന്നത് പരിഗണിക്കുക. ഇത് താരനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഈസ്റ്റ് അമിത വളർച്ചയ്ക്കുള്ള ഭക്ഷണക്രമം. പഞ്ചസാര, മദ്യം, ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ് എന്നിവ പോലുള്ള ഈസ്റ്റ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക. കാരണം ഈസ്റ്റ് അമിത വളർച്ച താരനിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ, പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, സമതുലിതമായ ബി വൈറ്റമിൻ കഴിക്കൽ, ഭക്ഷണ അസഹിഷ്ണുത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭക്ഷണക്രമം കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും താരൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും കാര്യമായ ഭക്ഷണമാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും താരൻ കുറയ്ക്കുകയും ചെയ്യുമെങ്കിലും ഭക്ഷണത്തിലെ മാറ്റങ്ങളോടുള്ള വ്യക്തിഗത പ്രതികരണങ്ങൾ വ്യത്യാസപ്പെടാം. ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാന ആരോഗ്യ സാഹചര്യങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ. If you love to watch this video, you can like, share and subscribe.